അപ്പോൾ എല്ലാ കുട്ടികൾക്കും ARK എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. നമ്മളിത് കുറേ കാലത്തിന് ശേഷം ഒരു ഓഫ് റോഡ് ട്രിപ്പിന് ഇറങ്ങിയോ കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു കൊല്ലത്തോളം തോന്നുന്നു ഒരു ഓഫ് റോഡ് പരിപാടി പിടിച്ചിട്ട്. ഇത് നമ്മുടെ സ്വന്തം ക്ലബ്ബ് വൈൽഡ് കാറ്റ്സിൻ്റെ പരിപാടിയാണ്. ഞാനും അതിൻ്റെ ഒരു ഭാരവാഹിയാണ്. ഞങ്ങളൊരു 5-10 പേരുണ്ട് ആ കമ്മിറ്റിയിൽ. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് മേപ്പാടി ഏരിയയിലാണ്. നമ്മുടെ ആ വണ്ടി പോണതിൻ്റെ നേരെ മേലേക്ക് നോക്കിക്കോ, നമ്മുടെ ബോച്ചേരെ 1000 ഏക്കർ പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത്. എല്ലാ വണ്ടികളും ഏകദേശം എത്തിയിട്ട് 1-2 വണ്ടിയും കൂടി വരാളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു വലിയൊരു ഓഫ് റോഡൊന്നുമില്ല, ആരും വലിയൊരു ഓഫ് റോഡൊന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ഒരു ഫൺ ഡ്രൈവ്, നമ്മുടെ ബജ്റോൻ്റെ ഒരു ഫൺ ഡ്രൈവും, പിന്നെ നമുക്ക് നല്ല ഒരു അടിപൊളി സ്റ്റേ, വയനാടുള്ള നമ്മുടെ കിടിലൻ സ്റ്റേ, നല്ല ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. വലിയൊരു ഓഫ് റോഡ് പ്രതീക്ഷ ആരും ഈ വീഡിയോ കാണരുത്. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇവിടെ ഓഫ് റോഡ് ചോദിച്ചിട്ട് തെറി പറയരുത്. എല്ലാ വണ്ടികളുടെയും ഡ്രൈവർമാർക്ക് ഇതേപോലത്തെ ഒരു ടാഗ് നമ്മൾ കൊടുക്കട്ടാ. നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുന്നുണ്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടീമില് DK, AK, ലിനിമോൻ. അടിപൊളി അടിപൊളി. ശരിഞ്ഞാ നമ്മുടെ വൈൽഡ്കാറ്റിന്റെ സ്റ്റിക്കർ നമ്മുടെ ARK വണ്ടിയെ പതിപ്പിക്കുന്ന ചടങ്ങാണ്. വൈൽഡ് ഹണ്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിച്ചില്ല. ഒരു ഫോട്ടോ അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേലെ ആനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. അതേ വഴിയിൽ ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയൊരു ഓഫ് റോഡ്. നമ്മൾ 4LLC ഇട്ടിട്ടൊക്കെ കയറുന്നത്. കാരണം 2H വണ്ടി കയറിപ്പോവും. പിന്നെ 2H കയറുമ്പോൾ അത് വണ്ടിക്ക് അത്രയധികം പ്രഷർ കൊടുത്ത് കയറ്റണം. 4LLC ആകുമ്പോൾ വണ്ടി അതിനനുസരിച്ച് പതുക്കെ പിടിച്ച് കയറിപ്പോക്കോളും. അപ്പോൾ വണ്ടിക്കും കംപ്ലയിൻസ് ഉണ്ടാവില്ല, വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്കും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ചെറിയ കപ്പക്കെട്ട് മൂക്കടപ്പൊക്കെ ഉണ്ട്, സൗണ്ട് അത്ര കണ്ട് ശരിയല്ല. നമ്മുടെ ചന്ദ്രയാൻ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ജീപ്പുകാർ പോണ വഴിയാട്ടത്. അപ്പോൾ ജീപ്പുകാർ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകളുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഈ വഴിയുടെ ലാസ്റ്റിലേക്ക് ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോണത്. ആ റിസോർട്ടിൽ നമ്മളൊരു ചെറിയൊരു ടീ സ്നാക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ബജാർ ക്ലബ്ബിൽ ഓഫ് റോഡ് ഭ്രാന്തന്മാരിൽ എന്താ പറയുക, ഏറ്റവും അധികം ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചന്ദ്രയാൻ. തനി ഭ്രാന്തൻ, വണ്ടി ഭ്രാന്തൻ. ഓരോ വണ്ടികളും നല്ല അടിപൊളിയായിട്ട് മിന്നിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ചങ്കയിലെ ലിനിമോനോട്ടോ വണ്ടി ഓടിക്കുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി. വണ്ടി ഓടിക്കാനായിട്ട് വലിയ മൂടൊന്നും ഇല്ല. പിന്നെ വലിയ ഓഫ് റോഡൊന്നും ഇല്ലല്ലോ, ചെറിയൊരു ഓഫ് റോഡുള്ളൂ. നമ്മുടെ കഴിഞ്ഞ ടോർക്കിൻ്റെ പരിപാടിക്ക് MMJ സ്റ്റേറ്റിൽ പോയപ്പോൾ അതേപോലത്തെ ഒരു സെയിം ആംബിയൻസ് ഉള്ള വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാടും ഏലത്തോട്ടങ്ങളും നല്ല അടിപൊളിയുണ്ട്. പിന്നെ ഈ മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ചുകൂടി ഭംഗി കൂടും. പച്ചപ്പും ഹരിതാപയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കേണ്ടത്. കാരണം ആ വണ്ടികൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. വലിയ ഓഫ് റോഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ പോണ വഴി ശരിക്കും സത്യത്തിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാരും. അതേപോലെ നമ്മുടെ ഹാരിസ്കയുടെ വണ്ടിയാണ്. ഹാരിസ്ക ഈ പ്രാവശ്യം വണ്ടി കുറച്ചും കൂടി കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കേരിയർ അടിച്ചിട്ടുണ്ട്, ലൈറ്റ് വെച്ചിട്ടുണ്ട്, ചെറിയ ലിഫ്റ്റൊക്കെ ചെയ്ത് ടയറൊക്കെ മാറി ആളൊന്ന് വണ്ടീനെ സെറ്റാക്കിയിട്ടുണ്ട്. പക്കര ഓഫ് റോഡ് സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഷെയ്നിക്കാരെ വണ്ടിയായിരുന്നു. ഷെയ്നിക്ക് പക്ഷെ വണ്ടി കൊടുത്തു. എടുത്ത ആൾക്കാരുടെ പേര് എനിക്കറിയില്ല, പുതിയ മെമ്പേഴ്സാണ്. ഇത് നമ്മുടെ ആൻഡോൻ്റെ വണ്ടി ഫാൻഡം. ഡ്രോൺ പറത്തി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറി നിൽക്കണ കാരണം ഡ്രോൺ പറത്താൻ നിന്നില്ല. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വണ്ടികളൊക്കെ പോണ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ രാവിലെ ആനയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പോണ വഴിയിലൊക്കെ വരണ വഴിയിലൊക്കെ ആനപ്പെണ്ണൊക്കെ എടുക്കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ വല്ലതും മുമ്പിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ ഓടാനും കൂടി പറ്റില്ല, കയറ്റാണ്. ഒരു 6 ആനയുടെ കൂട്ടം രാവിലെ ഉണ്ടായിരുന്നു പറഞ്ഞേ. നല്ല ഫ്രഷ് ആനപ്പിണ്ടവും കിടക്കുന്നുണ്ട് വഴിയിൽ. ഇത്തവണത്തെ നമ്മുടെ ട്രിപ്പിൽ കുറേ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് പലരുടെയും വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും പേര് കാര്യങ്ങളൊന്നും അറിയില്ല. ഏകദേശം ഒരു 20 വണ്ടിക്ക് മേലെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ തൊട്ട് ബാക്കിലത്തെയും മുമ്പിലത്തെയും വണ്ടികൾ മാത്രമേ ഇപ്പോൾ ഞാൻ കാണിക്കണുള്ളൂ. ഈ 20 വണ്ടിയും കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് മുമ്പിലേക്ക് വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കയറ്റവും ഓഫ് റോഡൊക്കെ അല്ലേ.
അപ്പോൾ അടുത്തുള്ള വണ്ടികൾ മാത്രം കാണിക്കുന്നത്, പിന്നെ എപ്പോഴും ഗ്യാപ്പ് വരുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശം മേലെ എത്തിയെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സ്ഥലം തന്നെയായിട്ട് എത്തിയിട്ടുള്ളത്. എന്താ പറയുക, നല്ല പുൽമേടും കാടും കോടമഞ്ഞും എല്ലാം ഉണ്ട്. വയനാട് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും വാഗമൺ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇടുക്കി ഏരിയയിലൊക്കെ. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി ഒന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടാ. കിടല സ്ഥലമായി ഉണ്ടെന്നാലും. ലൊക്കേഷൻ ഒരു രക്ഷയിലോ കിട്ടലും സ്പോട്ടായിട്ടുണ്ട്. എന്തായാലും കയറി വന്ന സ്ഥലം, വന്ന വഴിയും വന്ന് എത്തിപ്പെട്ട സ്ഥലവും ഒന്നും പറയാ കിടലൻ. വരുന്നത് നമ്മുടെ മുത്ത്. നമ്മുടെ ഈ ഇവന്റ് അടിപൊളിയായിന്നാണ് എനിക്ക് ബിഗിനിങ്ങിൽ തോന്നുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാ. മഴയില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കോടയും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ പ്രകൃതി ശരിക്കും നമ്മളെ അനുഗ്രഹിച്ചോക്കാൻ തോന്നുന്നുണ്ട്. മഴ പെയ്തെങ്കിൽ ഇന്ന് തവിട് പൊട്ടിയാനെ ചീഞ്ഞാൽ ഞാൻ. പിന്നെ അട്ടശല്യം ഓൾറെഡി ഉണ്ട്, ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പട്ടാമ്പിക്കാരൻ നിഷാദ് കേര വണ്ടിയാണ്, മഞ്ഞപ്പച്ചറോ. ബാക്കിൽ നമ്മുടെ ചന്ദ്രയുണ്ട്, അതിന്റെ ബാക്കിൽ നമ്മുടെ വണ്ടി ഉണ്ട്. പെജറോ ഉപയോഗിക്കുന്ന കുറേ പേർക്കുള്ള ഒരു പരാതി ഉണ്ട്, നമ്മുടെ സ്പെയർ പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നുള്ളത്. അപ്പോൾ സ്പെയർ പാർട്സ് നമ്മുടെ നേരത്തെ മുന്നിൽ പോയ നിഷാദ് മഞ്ഞപ്പച്ചറോ നിഷാദിനെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീഹരി കൊച്ചി എറണാകുളത്ത് സർവീസ് സെൻ്റർ ഉണ്ട്, അവനെ കോൺടാക്ട് ചെയ്താൽ നല്ല ഒറിജിനൽ ജപ്പാൻ ഇമ്പോർട്ടഡ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ സർവീസ് സെൻ്ററിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിയത് മാത്രമല്ല, നിങ്ങൾക്ക് സെക്കൻഡ്സും വെച്ചാൽ പൊളിക്കണ വണ്ടിയിൽ നിന്ന് ഒറിജിനൽ സ്പെയറും ഒരു അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ ഈ താറ് നമ്മുടെ അല്ല, ഇത് നമ്മുടെ ഒരു കോർഡിനേറ്റർ ഒരു ലേഡി, അവരാണ് നമുക്ക് റിസോർട്ട് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതും ഈ വഴിയൊക്കെ കാണിച്ചതും അവരാണ്. കുറച്ചുകൂടെ ഒരു ചെറിയ ടാസ്കുകളും ഓഫ് റോഡൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു വൈബായേനെ. ഇതിപ്പോൾ കുഴപ്പമില്ല, ലൊക്കേഷൻ കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഓഫ് റോഡ് വല്ലാണ്ട് കിട്ടാത്തൊരു ചെറിയ വിഷമമുണ്ട്. എന്നാലും നമുക്ക് നാളെ കിട്ടുന്ന പ്രതീക്ഷിക്കാം. മഞ്ഞ ചോപ്പ മഞ്ഞ നല്ല കോമ്പിനേഷൻ ആയിട്ട് ഈ 3 വണ്ടിയും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകാം. താഴത്തേക്ക് ഇറങ്ങി റിസോർട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി സെറ്റ് ആവണം. കിട്ടില്ലൻ റിസോർട്ടവിടെ, കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ലൻ. എല്ലാ റൂമിൽ നിന്നും വ്യൂ ഉണ്ട്, പക്ഷെ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയിലട കിട്ടില്ല വ്യൂ തന്നെ. നോക്കിയേ, നല്ലൊരു ബാൽക്കണിയും അടിപൊളി വ്യൂ, കോടമഞ്ഞും അതിൻ്റെ അടിയിൽ എന്താ ഒരു വലിയ പുഴയോ വെള്ളച്ചാട്ടം എന്തൊക്കെയോ ഒഴുകുന്നുണ്ട്. ഈ കാണണ കാട് ഏകദേശം എനിക്ക് കൊണ്ട് നാട് കാണി ചുരം വരെ ഈ കാട് ഉണ്ടെന്നുണ്ട്. തകർത്തു റൂം കാട്ടിക്കിടലാൻ ഒന്നും പറയല്ലേ. ബാത്റൂമിൽ നല്ല വ്യൂ കാട്ടി കൊടുക്കട്ടെ. ഇതിൻ്റെ ലിവിങ് റൂമിൽ നിന്നാണെങ്കിലും ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ബാത്റൂമിൽ നിന്നാണെങ്കിലും സെയിം വ്യൂ തന്നെയാട്ടോ. അതാ കാണുന്ന വ്യൂ തന്നെയാണ്. നൈറ്റ് ചെറിയൊരു ക്യാമ്പ് ഫയറും പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ചെറിയ അടിപ്പരിപാടിയിലേക്കാണ് മാറിപ്പോയി, എല്ലാം കഴിഞ്ഞിട്ട് എത്തി.
രാവിലത്തെ ഒരു ടൈം ലാപ്സ് വ്യൂ നമുക്ക് കണ്ടു നോക്കാം. കോട അങ്ങോട്ട് കയറി വരണം നോക്കിയേ. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമുക്കത് ബാക്കിയുള്ള കുറച്ച് റൂമുകളോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാം നല്ല വ്യൂവും ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉള്ള റൂമുകളാണ്. ഇതൊരു വില്ല, 5 റൂം 5 ബെഡ്റൂമുകളുണ്ട്. ഇതേപോലെ ഒരു 3-4 വില്ലകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. റൂമുകളൊക്കെ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കണത് കാരണം ഇന്നലെയൊക്കെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാനുള്ള ടൈമില്ല, പോയിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇതേപോലെ എല്ലാ റൂമിൽ നിന്നും ബാൽക്കണി, നല്ല വ്യൂ, അത്യാവശ്യം നല്ല അനിമൽ സൈറ്റിങ്സ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇന്നലെ രാത്രി ഇതിൽ കൂടെ ഒരു ആന പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലുള്ള അച്ചു എന്ന് പറഞ്ഞ പയ്യൻ കണ്ടിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോഴേക്കും ആൾ പോയി. പിന്നെ കരിങ്കുരങ്ങ്, മലയണ്ണാൻ, ഇതിനൊക്കെ രാവിലെ കണ്ടിരുന്നു കേട്ടോ. അതുമാത്രമല്ല എന്തിനു വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇതാകെ മുന്നിൽ കാണുന്ന കാട് ഇവിടെ നാഗർഹോള കമ്പനി വരെ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം. പക്ഷേ നമുക്കതിനെ കൊണ്ട് ശല്യ കാര്യങ്ങളൊന്നും ഇല്ല. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി റിസോർട്ട് തന്നെ കേട്ടോ. പൂളുണ്ട്. ഇത് വേറൊരു വില്ല. ഇതിൻ്റെ ബാക്കിലാണ് പൂൾ വരുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഈ പൂൾ വില്ലയുടെ ബാൽക്കണിയിൽ നിന്ന് വലിയ വ്യൂവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം നല്ല വൃത്തിമെടുപ്പൊക്കെയുള്ള റൂമാണ്. അതുകൊണ്ട് വീണ്ടും കാണിക്കണില്ല. വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ മറ്റേ റൂം തന്നെ എടുക്കണം. നമുക്ക് സംഭവം റൂമിൽ നിന്നിട്ട് എല്ലാ അനിമൽസിനെയും സീൻ ചെയ്യാൻ പറ്റും. രഫിയ കണ്ടാ, നമ്മളിതേ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാണ്. അപ്പോൾ നമ്മുടെ കേട്ടൻ സാധനങ്ങളൊക്കെ ഇതേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൻഡേറിൻ്റെ ബോക്സ് ഉള്ള കാരണം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൽ കയറും. വണ്ടികളൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ പോണ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഹെലിക്കാൻ വെച്ച് പറപ്പിച്ച അടിപൊളിയേനെ. പക്ഷെ എന്താ ചെയ്യാം, മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടി. നനഞ്ഞ് ചീഞ്ഞു തവിട് പൊടിയായി. ഇത് ഞങ്ങളിവിടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ്. ഇതൊരു പഴയ റിസോർട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യണ്ടോന്ന് അറിയില്ല. ഇവിടെ ഫ്രെയിമും സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. കുറച്ച് ആനപ്പിണ്ടൊക്കെ എടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തപ്പോൾ ആന വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആനപ്പിണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, അന്വേഷിച്ചോട്ടെ. നമുക്ക് പറ്റിയ ആംബിയൻസ് ഉള്ള സ്ഥലമാണെങ്കിൽ അടുത്ത ട്രിപ്പോഴേക്ക് വെക്കാലോ. നമ്മൾ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ഓഫ് റോഡ് പരിപാടികൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്തേക്ക് ഇന്നിപ്പോൾ കയറാൻ പറ്റില്ല. അത് കാരണം പരിപാടി നൈസായിട്ട് പിരിച്ചുവിടുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോകാനാണ് പരിപാടി. ഇത് കാരാപ്പുഴ ഡാം എന്ന് പറഞ്ഞൊരു ഡാമാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ്. പരിപാടി പിരിച്ചുവിട്ട എൻ്റെ വിഷമാണെന്ന് അറിയില്ലല്ലേ. ഇനിമോനോടെ ഒന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഓഫ് റോഡല്ല, നമ്മൾ ഒരു കിട്ടിലൻ മുത്തങ്ങയിൽ ഒരു കിട്ടിലൻ റിസോർട്ടിലേക്ക് പോകണം. തൊട്ട് മുന്നിൽ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ ആനേനെയും കാട്ടുപോത്തിനെയും മറ്റേ കരടീനെയും ആനയൊക്കെ കാണാൻ പറ്റും. അടിപൊളി റിസോർട്ടിലേക്ക് പോകാൻ പോകണോടാ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. വലിയൊരു ഓഫ് റോഡ് കിട്ടാത്ത കാരണം നമ്മുടെ ഈ വീഡിയോ അത്ര ഗുമ്മായിണ്ടോന്ന് അറിയില്ല. എന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോളട്ടാ. ഒരു തരിച്ചോര പുറത്തേക്ക് വരാണ്ടല്ലോ പിടിച്ചോണ്. അതിടാ ഓട്ടവൻ ചത്തിട്ടില്ലല്ലേ, ജീവുണ്ടല്ലേ.